എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹോങ്കോങ് സ്റ്റൈൽ ചിക്കൻ ആണ്. വളരെ എളുപ്പമായിട്ട് എന്നാൽ വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. മാരിനേഷന് വേണ്ടിയിട്ടും ഗ്രേവിക്ക് വേണ്ടിയിട്ടും ഇൻഗ്രീഡിയൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രേവിക്ക് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും റെഡിയാക്കണം. ഇവിടെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ചിക്കൻ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. പെപ്പറും ഉപ്പ്, കോൺഫ്ലവർ, ലെമൺ എന്നിവ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഏകദേശം 1-2 മണിക്കൂർ മിനിമം ഇത് റെഫ്രിജറേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് പാനിലിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെയാണ് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കൻ ഒരു ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഒണിയൻ അല്ലാട്ടോ ആഡ് ചെയ്യുന്നത്. നമ്മൾ ഒണിയൻ്റെ സ്റ്റെമ്മിൽ കിട്ടുന്ന ആ ചെറിയ ഒണിയനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. കൂടാതെ മുളകും ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജിഞ്ചർ നമുക്ക് ഇതുപോലെ അരിഞ്ഞു കൊടുക്കുകയാണ് നല്ലത്. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒണിയൻ ലീവ്സിൻ്റെ സ്റ്റെമ്മിലുള്ള ഒണിയനാണ്. അപ്പോൾ എനിക്ക് അത്ര അധികം ഒണിയൻ കിട്ടിയില്ല. ശരിക്കും നിങ്ങളത് കിട്ടുകയാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എപ്പോഴും ബെസ്റ്റ്. ഞാൻ എന്നാലും റൂട്ടിൻ്റെ ഭാഗം കുറച്ച് അരിഞ്ഞാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അത് നല്ലോണം സോട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ഓവറായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നല്ലോണം സോട്ടായി വന്നാൽ മതി. ഇനി നമുക്ക് സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ സോസുകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഫ്ലെയിം ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. റെഡ് ചില്ലി സോസും ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ അറിയാണ്ട് എൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. പക്ഷേ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. റെഡ് ചില്ലി സോസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വിനീഗറും ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി വിനീഗറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പഞ്ചസാര കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ചിക്കനാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒണിയൻ ഗ്രീൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒണിയൻ ഗ്രീൻസും ഒണിയൻ്റെ ആ ലീഫിൻ്റെ റൂട്ടും ഇതൊക്കെയാണ് ഈ റെസിപ്പിയുടെ ഹൈലൈറ്റ്. അതിൻ്റെ ഫ്ലേവറിലാണ് ഈ ചിക്കൻ നമുക്ക് കിട്ടുന്നത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഗ്രേവി പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കൂടുതലും ഈ ചിക്കൻ റെസിപ്പീസൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇഷ്ടം. ഞാനിവിടെ കുറച്ചും കൂടി ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ആ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് നേരത്തെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി റെഡ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം.
അപ്പോൾ അടിപൊളി ഹോങ്കോങ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം.